ദേവമംഗള ആസ്ട്രോമീഡിയയിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള പൊതുവായ മാസഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉത്രട്ടാതി നക്ഷത്രം പൂർണ്ണമായും മീനം രാശിയിൽ വരുന്ന ഒരു നക്ഷത്രമാണ്. രാശ്യാധിപൻ വ്യാഴവും നക്ഷത്രനാഥൻ ശനിയുമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷക്കാലം മുഴുവൻ 7.5 ശനിക്കാലം ജന്മത്തിൽ തുടരുന്നു. ഇക്കാലയളവിൽ നിങ്ങളുടെ ജാതകവശാലുള്ള ദശാകാലം കൂടി ദോഷമായിട്ടുള്ളതാണെങ്കിൽ പലവിധ ക്ലേശങ്ങൾക്കും ഇടവരുത്തിയേക്കാം. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിഘ്നങ്ങൾ, മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് അപഖ്യാതി കേൾക്കേണ്ടി വരിക, സ്വജനങ്ങളുടെ വിരോധം, ധനഹാനി, നിരാശാബോധം, ജോലിയുള്ളവരാണെങ്കിൽ തൊഴിൽ രംഗത്ത് പലവിധ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരിക, ജോലി കിട്ടി അന്യനാട്ടിലേക്ക് പോകുക. 7.5 ശനിക്കാലത്ത് ചിലപ്പോൾ വിവാഹം നടക്കാറുണ്ട്. വിവാഹത്തിന് ശേഷമുള്ള ദുരിതവും വിരഹവും അനുഭവിക്കാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ആ സമയത്ത് വിവാഹം നടക്കുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ ജാതകത്തിലെ ഇപ്പോഴത്തെ ദശ അനുകൂലമായിട്ടുള്ളതാണെങ്കിൽ മേൽദോഷങ്ങൾക്ക് കാഠിന്യമുണ്ടാകില്ല എന്നുകൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. 7.5 ശനി ദോഷപ്രീതിക്കായി ശനിയാഴ്ച വ്രതം, പ്രത്യേകിച്ചും ശനിയാഴ്ചയും ഉത്രട്ടാതി നക്ഷത്രവും ഒരുമിച്ച് വരുന്ന ദിവസമോ, ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ അനുജന്മ നക്ഷത്രങ്ങളായ പൂയവും ശനിയാഴ്ചയും ഒത്തുവരുന്ന ദിവസമോ അല്ലെങ്കിൽ അനിഴവും ശനിയാഴ്ചയും ഒത്തുവരുന്ന ദിവസമോ വ്രതമനുഷ്ഠിക്കുന്നതും പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും കുടുംബ പരദേവതാപ്രീതി വരുത്തുന്നതും ദോഷശാന്തിക്ക് പരിഹാരമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചാരവശാൽ വ്യാഴം ഒക്ടോബർ 31 വരെ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ദൈവാധീനമുള്ളതിനാൽ ഈ കാലയളവിൽ 7.5 ശനി ദോഷങ്ങൾക്ക് അത്ര കാഠിന്യം ഉണ്ടായിരിക്കില്ല. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 ജൂലൈ മാസം പൊതുവെ അത്ര ഗുണകരമായി കാണുന്നില്ല. വളരെ പ്രതീക്ഷയോടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരികയോ നടക്കാതിരിക്കുകയോ, ഇനി നടന്നാൽ തന്നെ അത് കഷ്ടനഷ്ടങ്ങൾക്ക് ഇടയാക്കാനും സാഹചര്യമുണ്ടാകും. ശുഭകാര്യങ്ങളും ഭാവിയെ മുന്നിൽ കണ്ട് നടത്താൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളും തൽക്കാലം ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം. സാമ്പത്തിക പ്രതിസന്ധികൾക്ക് സാഹചര്യം കാണുന്നു. ദീർഘയാത്രകൾ, മാനസിക സമ്മർദ്ദം, സന്താനങ്ങളുള്ളവർക്ക് അവരെ കൊണ്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും, കൗമാരക്കാർക്ക് മാതാപിതാക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ക്ലേശാനുഭവങ്ങൾ എന്നിവയ്ക്കും ഇടവന്നേക്കാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും തൊഴിൽ രംഗത്തും ആരോഗ്യവും മെച്ചപ്പെട്ടതായിരിക്കും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ചില താൽക്കാലിക തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 ഓഗസ്റ്റ് മാസം മുൻ മാസങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ക്ലേശങ്ങൾ ഈ മാസം ആദ്യം വരെ തുടരാനാണ് സാധ്യത. എന്നാൽ മാസമധ്യത്തിനു ശേഷം ചില ഗുണഫലങ്ങൾ അനുഭവപ്പെടാൻ സാഹചര്യം വന്നു ചേരും. തൊഴിൽ രംഗത്തുള്ള അനുകൂല സ്ഥിതി തുടർച്ചയായി അനുഭവപ്പെടും. സർക്കാർ ജോലിക്കായുള്ള നിയമനത്തിന് ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യമുണ്ടാകും. അതുപോലെ തന്നെ തൊഴിലിനായി ശ്രമിക്കുന്നവർക്കും സാഹചര്യം അനുകൂലമായി കാണുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെങ്കിലും മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കേണ്ട സാഹചര്യം വരിക മൂലം അതുമൂലം സാമ്പത്തിക പ്രതിസന്ധിക്കും ഇടയുണ്ടാവും. ഊഹക്കച്ചവടക്കാർക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും സമയം അത്ര ഗുണകരമായിരിക്കില്ല. ദാമ്പത്യ ജീവിതവും അത്ര സുഖകരമായിരിക്കില്ല. എന്നാൽ സ്ത്രീകൾക്ക് ഇക്കാലയളവിൽ പല നേട്ടങ്ങളും വന്നുചേരാൻ സാഹചര്യമുണ്ടാകും. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 സെപ്റ്റംബർ മാസം കഴിഞ്ഞുപോയ മാസങ്ങളെ അപേക്ഷിച്ച് ഗുണകരമായിരിക്കും. അനുഭവിച്ചുകൊണ്ടിരുന്ന ക്ലേശങ്ങൾക്ക് ശമനം കൈവരും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക വർധനവിനും സാഹചര്യം കാണുന്നു. മാതാവിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാൻ ഇടവരും. ഉപരിപഠന രംഗത്തുള്ളവർക്ക്, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് രംഗത്തുള്ളവർക്ക് സമയം ഏറെ അനുകൂലമായിരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. കുടുംബത്തിൽ ഭദ്രതയും സമാധാനവും കൈവരും. സന്താനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 ഒക്ടോബർ മാസാദ്യം കുറച്ച് മെച്ചപ്പെട്ടതായിരിക്കുമെങ്കിലും പിന്നീട് സമയം അത്ര ഗുണകരമായി കാണുന്നില്ല. അനാവശ്യമായ കലഹങ്ങൾ, പ്രത്യേകിച്ചും തൊഴിൽ രംഗത്തുണ്ടാകാനും മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമാകാനുള്ള സാഹചര്യവും കാണുന്നതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരുന്നാൽ പ്രശ്നങ്ങൾ സങ്കീർണമാകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കും. പിതാവിൽ നിന്നോ പിതൃതുല്യരായവരിൽ നിന്നോ
പല ക്ലേശങ്ങളും ഉണ്ടാകാൻ സാഹചര്യം വന്നു ചേരാനും അക്കാരണത്താൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനും ഇടവരും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പല കഷ്ടനഷ്ടങ്ങൾക്കും ഇടവന്നേക്കാം. എന്നാൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 നവംബർ മാസം കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറി അഭിവൃദ്ധിയും ഐശ്വര്യവും കൈവരും. തൊഴിൽ രംഗം മെച്ചപ്പെടും. വസ്തു, വാഹനം എന്നിവ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ യോഗമുണ്ടാകും. ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെടും. ദാമ്പത്യ ജീവിതം ഊഷ്മളമാകും. സന്താനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും. പോലീസ്, മിലിറ്ററി, സെക്യൂരിറ്റി സർവീസ് എന്നീ രംഗത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമായി കാണുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 ഡിസംബർ മാസം കുടുംബത്തിൽ അഭിവൃദ്ധിയും ഉന്നതിയും മനഃശാന്തിയും ലഭിക്കും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. വിദേശ പഠനത്തിനോ ജോലിക്കായോ ശ്രമിക്കുന്നവർക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും സർക്കാരിതര സ്ഥാപനങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും കഴിഞ്ഞ് ജോലിക്കായി കാത്തിരുന്നവർക്കും അനുകൂല സമയം വന്നുചേരും. പൊതുരംഗത്തും ഡിഫൻസ് രംഗത്തും മറ്റ് ഉന്നത പദവികൾ അലങ്കരിക്കുന്നവർക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും ലഭിക്കാൻ സാഹചര്യം കാണുന്നു. വസ്തു സംബന്ധമായുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ വിദേശയാത്രയ്ക്കോ അവസരമുണ്ടാകും. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങളായ അശ്വതി, കാർത്തിക, മകയിരം, പൂരാടം എന്നീ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കേതുർദശയും ആദിത്യദശയും കുജദശയും ദോഷങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്ന കാലമായതിനാൽ മേൽദശാകാലത്ത് ദോഷശാന്തിക്കായുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഗുണകരമായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള പൊതുവായ മാസഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഓരോരുത്തരുടെയും ജാതകസ്ഥിതി വ്യത്യസ്തമായിരിക്കുമല്ലോ. അതിനനുസരിച്ച് പൊതുവായ ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നതോടൊപ്പം ഈശ്വരാനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.